കുട്ടികളിൽ നിന്ന് നമ്മൾ നോക്കുന്നത് മൊഡ്യൂൾ 19 റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇതിൽ വരുന്നത് ഇൻ്റർനാഷണൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചാണ്. നമുക്കറിയാം എന്നായിരുന്നു ഡ്രഗ് അബ്യൂസിൻ്റെ ഡേറ്റ് വരുന്നത്, അതായത് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ വിമുക്ത ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നായിരുന്നു, ജൂൺ 26 ആണ് അല്ലേ. അപ്പോൾ ആ ഒരു ആഗോളതലത്തിൽ തന്നെ അതിനുള്ള വിമുക്തി, അതായത് ലഹരി വിമുക്തമായിട്ടുള്ള ഒരു നല്ലൊരു ലോകം സൃഷ്ടിക്കുക എന്ന രീതിയിൽ എല്ലാ വർഷവും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിമുക്ത ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് അല്ലേ. പക്ഷേ ഒരു ദിവസം അതൊരു തുടക്കം മാത്രമാണ്. ജൂൺ 26 എന്ന് പറയുന്നത് ആ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല തുടങ്ങിയിരിക്കുന്നത് അല്ലേ. നമ്മൾ അന്ന് മുതൽ ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. അപ്പോൾ എങ്ങാനും നമ്മുടെ ജീവിതത്തിൽ അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളത് മുന്നോട്ട് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ആ ഒരു ദിവസം. ഓക്കെ, എല്ലായിടത്തും നമ്മൾ കാണുന്നതാണെന്ത്, ഏതെങ്കിലും ഒരു ഡേ ആഘോഷിക്കാനുണ്ടെങ്കിൽ ആ ഒരു ഡേക്ക് മാത്രമായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ടും വാചാലമായിട്ട് എല്ലാവരും സംസാരിക്കുക അല്ലേ. പക്ഷേ അങ്ങനെയല്ല. ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കറിയാം, ഒരുപാട് ചെറിയ മക്കൾ മുതൽ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ വരെ അവർക്ക് വരെ എത്തിച്ചു കൊടുക്കുന്ന കണ്ണികളുണ്ട് നമ്മുടെ ഇടയിൽ അല്ലേ. നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ ആയിരിക്കും, അവർക്ക് ചോക്ലേറ്റുകളായിട്ടും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പാനീയങ്ങളുടെ രൂപത്തിലൊക്കെ ആയിരിക്കും അവരിലേക്ക് ലഹരി മരുന്ന് എത്തുക. പക്ഷേ അത് അവരറിയാതെ ആയിരിക്കാം അതിലേക്ക് ചെന്നെത്തുന്നത് അല്ലേ. കുറച്ചധികം, അതായത് ഒരു കൗമാരപ്രായത്തിലൊക്കെ എത്തുന്ന കുട്ടികൾ പിന്നീട് അതിൻ്റെ ടേസ്റ്റ് അറിയുകയും അല്ലെങ്കിൽ അതിൻ്റെ ലഹരിയുടെ ആ ഒരു ആ ഒരു ഇതിലേക്ക് അവർ വീണു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇത് ജനങ്ങളിൽ അവബോധം വളർത്തുകയും ആരോഗ്യകരമായ ജീവിതശൈലി തിരഞ്ഞെടുക്കുവാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിമുക്ത ദിനമായിട്ട് ആചരിക്കുന്നതിലൂടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഹെറോയിൻ, ക്രാക്ക് അല്ലെങ്കിൽ മെത്ത് പോലുള്ള ദോഷകരമായ പദാർത്ഥങ്ങളെക്കുറിച്ചും അവ മൂലമുണ്ടാകുന്ന ആസക്തിയെക്കുറിച്ചും അവയുടെ ഉപയോഗം എങ്ങനെ ഒഴിവാക്കാം എന്നതിനെക്കുറിച്ചും ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിമുക്ത ദിനമായിട്ട് UN സെക്രട്ടറി ജനറൽ നൽകിയ സന്ദേശത്തിൽ പറയുന്നുണ്ടല്ലേ. ഏതാണ്ട് 200 മില്യൺ ജനങ്ങൾ മയക്കുമരുന്നിൻ്റെ ഉപഭോക്താക്കളാണ്. ഇത് അന്നുള്ള കണക്കാണെങ്കിലും ഇപ്പോൾ അതിലേറെ ആയിട്ടുണ്ട് അല്ലേ. ശരിക്കും ഏറെ 200 മില്യൺ എന്നത് പണ്ടുള്ള കണക്കുകളാണെങ്കിലും ഇപ്പോൾ അതും എത്രയോ കടന്നിരിക്കുന്നു നമ്മൾ. ഇതിൻ്റെ ഉപയോഗം അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്തിലേക്കായിരിക്കും നമ്മൾ പോകുക? വലിയൊരു ലോകത്തിലെ വലിയൊരു നാശത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക അല്ലേ. മയക്കുമരുന്നിൻ്റെ ആസക്തി എന്ന് പറയുന്നത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന അവസ്ഥയാണ്. വ്യക്തികളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാൻ സഹായിക്കുന്നതാണ്. അതായത് ആ ഒരു ആളുടെ അല്ലെങ്കിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തിയും അതിന് വില്ലിംഗ് ആണ് എങ്കിൽ നമുക്ക് എന്താണ് അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന് ധാരാളം കൗൺസിലിങ്ങും അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പിയും സപ്പോർട്ട് ഗ്രൂപ്പുകൾ പോലെയുള്ള തെറാപ്പി രീതികളെല്ലാം ഉണ്ട്. ആസക്തിയുള്ളവരിൽ മരണനിരക്കും ആരോഗ്യ പ്രശ്നങ്ങളും കുറയ്ക്കാൻ തെറാപ്പിയുമായി സംയോജിപ്പിച്ച മെത്തഡോൺ ചികിത്സ ഫലപ്രദമായിട്ട് ആണെന്നാണ് തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. വിപുലീകരിച്ച ചികിത്സ ഇതിനോടുള്ള ആസക്തി കുറയ്ക്കുകയും മയക്കുമരുന്ന് ഉപയോഗം തടയാൻ സഹായിക്കുകയും ചെയ്യും. പക്ഷേ എത്ര തന്നെ എന്തൊക്കെ വളർന്നു വന്നു എന്ന് പറഞ്ഞാലും ശരി, നമ്മുടെ മക്കൾ ഇപ്പോഴും ഈ ഒരു ഈ ഒരു ലഹരിയിലേക്ക് അടിമപ്പെട്ടു പോകാറുണ്ട് അല്ലേ. ചികിത്സയിൽ പലപ്പോഴും മെഡിക്കൽ മാനസിക ആരോഗ്യ പിന്തുണയും HIV പ്രതിരോധ സേവനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ശരിയായ ചികിത്സ മയക്കുമരുന്ന് ദുരുപയോഗവും അതുമൂലം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും കുറയ്ക്കുകയും അവരെ പഴയ തൊഴിൽ മേഖലകളിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് ഗവേഷണങ്ങൾ തെളിയിക്കുന്നത്. ദീർഘകാലത്തേക്ക് മയക്കുമരുന്ന് ഉപയോഗം ഉപേക്ഷിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെങ്കിൽ പോലും മയക്കുമരുന്ന് ഉപയോഗം കുറയ്ക്കുക, പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുക, ആരോഗ്യപരവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുക എന്നിവയാണ് ലക്ഷ്യങ്ങൾ. ഈ ആഗോള വിപത്തിനെ നേരിടുന്നതിന് അന്താരാഷ്ട്ര സഹകരണവും വിദ്യാഭ്യാസവും അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെ വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഏറ്റവും കൂടുതലും നമുക്ക് പറയാം വിദ്യാസമ്പന്നരായിട്ടുള്ളവരാണ് മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുതലായിട്ടും ഉള്ളത് അല്ലേ. അത് നമ്മുടെ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തെ തന്നെ താളം തെറ്റിക്കുന്നു. നമ്മുടെ മാത്രമല്ല, നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാം അത് അവരുടെ എല്ലാം ജീവിതത്തിലെ ഒരു കരടായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ദുശ്ശീലം മാറ്റിമറിക്കുക അല്ലേ. നമ്മളത് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ മയക്കുമരുന്നിന് അടിമപ്പെടുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അവരോട് നല്ല രീതിയിൽ ഒന്നുകിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു കൗൺസിലിങ്ങിന് അവരെ വിധേയമാക്കുകയോ എന്തെങ്കിലും നമ്മൾ തന്നെ മുൻകൈയെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഓരോ വിദ്യാർത്ഥികളും ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ ജനങ്ങളും അതിനുവേണ്ടി മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ലഹരി എന്ന് പറയുന്നത് സ്നേഹിക്കാൻ മാത്രമുള്ള ലഹരിയായി മാറുകയും അതിൻ്റെ മയക്കുമരുന്ന് എന്നതിൽ നിന്നും മാറിയിട്ട് സ്നേഹിക്കുക അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ കാണുക എന്ന ആ ഒരു ലഹരി എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടുവരട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആകെ ഇതിനെക്കുറിച്ചാണ് കാര്യമായിട്ട് പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നോക്കാം. വാട്ട് ഈസ് ദ ഒക്കേഷൻ മാർക്ക്ഡ് ഓൺ ജൂൺ 26? എന്താണ്? ഇൻ്റർനാഷണൽ ഡേ അഗെയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇലക്ട്രിക് ട്രാഫിക്കിംഗ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദീസ് ഡ്രഗ്സ് മെറ്റഫോറിക്കലി റെഫേർഡ് ടു അസ്? Tickets to a dead end. Next question, approximately how many people consume illegal drugs വേൾഡ് വൈഡ് ആയിട്ട് എത്രത്തോളം ആൾക്കാരുണ്ടെന്ന് പറയുന്നത്? ഏകദേശം എത്രത്തോളം ഉണ്ട്? 200 മില്യൺ പീപ്പിൾസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ്, വാട്ട് ക്വാളിറ്റീസ് ഡസ് ചൂസിങ് ട്രീറ്റ്മെൻറ്റ് റിഫ്ലക്റ്റ്? ട്രീറ്റ്മെൻറ്റിലൂടെ എന്താണ് ലഭിക്കുക ഒരു വ്യക്തിക്ക്? കറേജ് ആൻഡ് ലൈഫ് സേവിങ് ഇൻറ്റൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആക്ടിവിറ്റി ഈസ് പ്രൊമോട്ടഡ് ആസ് എ ഹെൽത്തി ഓൾട്ടർനേറ്റീവ്? എന്താ പറയുന്നത്? പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഈസ് ഡ്രഗ് അഡിക്ഷൻ എ ട്രീറ്റബിൾ ഡിസോർഡർ? ട്രീറ്റബിൾ ആയിട്ടുള്ള ഒന്നാണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഹെൽപ്സ് പീപ്പിൾ ഓവർകം ഡ്രഗ് അഡിക്ഷൻ? ഡ്രഗ് അഡിക്ഷനിൽ നിന്നും പീപ്പിളിനെ അല്ലെങ്കിൽ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്, ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ലഭിക്കുക? എന്തൊക്കെയാണ്? കൗൺസിലിംഗ് ലഭിക്കും, അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ട്രെയിലഡ് ടു ഇൻഡിവിജ്വൽ നീഡ്സ് ഇൻക്ലൂഡിംഗ് തെറാപ്പി ആൻഡ് മെഡിക്കേഷൻ. പിന്നെയോ, വാട്ട് ഡു ബിഹേവിയറൽ തെറാപ്പീസ് ഇൻക്ലൂഡ്? ബിഹേവിയറൽ തെറാപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? കൗൺസിലിങ്ങും ഫിസിയോതെറാപ്പി, സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആൻഡ് ഫാമിലി തെറാപ്പി. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് സിംറ്റംസ് ഡസ് ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പ് സപ്രസ്? വിഡ്രോവൽ സിൻഡം ആൻഡ് ഡ്രഗ് ക്രാവിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെഡിക്കേഷൻ ഈസ് മെൻഷൻഡ് ഫോർ ഹെറോയിൻ അഡിക്ഷൻ? ഹെറോയിൻ അഡിക്ഷന് എന്ത് മെഡിക്കേഷനാണ് പറയുന്നത്? മെത്തഡോൺ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇംപ്രൂവ്സ് ട്രീറ്റ്മെൻറ്റ് ഓവർകം? ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം വൺ അഡീഷണൽ സർവീസ് നീഡഡ് ബൈ മെനി ഡ്രഗ് പേഷ്യൻസ്. എന്താണ്? HIV പ്രിവെൻഷൻ സർവീസസ്. ഈ ഉള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം നോക്കണം. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ആ ഒരു ഇതിൽ ഈ ഒരു കഥയിൽ അല്ലെങ്കിൽ ഈ ഒരു ലെസണിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ചുരുക്ക രൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് മനസ്സിൽ നല്ല രീതിയിലൊന്ന് വായിച്ചെടുക്കുക. ഓക്കെ. എന്നിട്ട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുക കേട്ടോ. ഓക്കെ, ബൈ.